നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഏതെല്ലാം തരത്തിലുള്ള പരുഷമായ വാക്കുകളാണോ കേൾക്കേണ്ടി വന്നത്, ആ വാക്കുകൾ കുന്തി പറയില്ല. കാരണം അത് ആർക്കും സഹിക്കാവുന്നതല്ല. അശ്രൗഷീത് പരുഷവാചഃ, ആ പരുഷമായ വാക്കുകൾ പാഞ്ചാലി കേൾക്കേണ്ടി വന്നല്ലോ. അത് തന്മേ ദുഃഖതരം മഹത്, അത് എന്റെ മനസ്സിനെ നിരന്തരം വേദനിപ്പിക്കുന്നതായ ഭയങ്കരമായ ദുഃഖമായിരിക്കുന്നു. പാഞ്ചാലിയുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്ത്രീധർമ്മിണീ വരാരോഹ ക്ഷത്രധർമ്മരഥാ സദാ. അവൾ അങ്ങേറ്റം മഹനീയമായ ശീലത്തോട്, സ്വഭാവത്തോട്, പെരുമാറ്റത്തോട് ഒക്കെ കൂടിയവളാണ് പാഞ്ചാലി. അങ്ങേറ്റം കുലീനയാണ്. അങ്ങനെയുള്ള പാഞ്ചാലി ക്ഷത്രിയ ധർമ്മത്തെ നിലനിർത്തുന്ന കാര്യത്തില് എപ്പോഴും ശ്രദ്ധാലുവാണ്. അങ്ങനെയുള്ള പാഞ്ചാലി ആ അവസരത്തില് രജസ്വലയായിരുന്നു, സ്ത്രീധർമ്മിണിയായിരുന്നു, രജസ്വലയായിരുന്നു. അങ്ങനെയുള്ള പാഞ്ചാലി വളരെയേറെ ശ്രദ്ധ വേണ്ടുന്നതായ സന്ദർഭം, ശുദ്ധാശുദ്ധങ്ങളെല്ലാം വളരെയേറെ ദീക്ഷിക്കേണ്ടതായ സന്ദർഭം. ആ സന്ദർഭത്തില് പാഞ്ചാലിയെ അങ്ങോട്ട് വലിച്ചഴച്ചു കൊണ്ടുവന്നു. അവളുടെ വസ്ത്രത്തിൽ ദുശാസൻ കൈവച്ചു. അവളുടെ വസ്ത്രത്തെ വലിച്ചഴിക്കാൻ തുടങ്ങി. വസ്ത്രത്തെ വലിച്ചഴിക്കാൻ തുടങ്ങി എന്ന് കുന്തി പറയുന്നില്ല. എന്തൊക്കെയാണോ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു പോവാണ് കുന്തി. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കും എന്ന് മാത്രമല്ല, ഇത് കൃഷ്ണന്റെ പക്കല് പാണ്ഡവർക്ക് കൊടുക്കാൻ ഏർപ്പെടുത്തുന്നതായ സന്ദേശമാണ്. അവർ നേരിട്ട് കണ്ടതാണ് ആ സംഭവങ്ങൾ. പാഞ്ചാലിയുടെ കരച്ചിൽ കേട്ടതാണ്. അവരുടെ എല്ലാം മനസ്സിൽ അഗ്നിപർവ്വതം പോലെ അതെല്ലാം ജ്വലിക്കും. അങ്ങനെയുള്ള പാഞ്ചാലിയെ രക്ഷിക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു പണയ മുതലാണോ, പണയപ്പെട്ടവളാണോ, അസ്വതന്ത്രയാണോ, എന്നെ ധർമ്മത്തിന്റെ മാർഗത്തിലാണോ പണയപ്പെടുത്തിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന പാഞ്ചാലിക്ക് മറുപടി കൊടുക്കാനായിട്ട് അവിടെ ആരുമുണ്ടായിരുന്നില്ല, കൃത്യമായ മറുപടി കൊടുക്കാൻ. ആകെ വിതുരൻ പറഞ്ഞു, വികർണൻ പറഞ്ഞു, അതല്ലാതെ ആരുമുണ്ടായിരുന്നില്ല. എല്ലാവരും പല പല കാരണങ്ങളാല് ഉണ്ടാതിരുന്നു, ഒഴിഞ്ഞു മാറിയിരുന്നു. ആ അവസരത്തിൽ പാണ്ഡവന്മാരും ഒന്നും മിണ്ടിയില്ല. ഭീമൻ 2-3 തവണ ജ്യേഷ്ഠനോട് കോപിച്ചു. സഹദേവ, നീ തീ കൊണ്ടുവാ, ഞാൻ ഈ ചൂതുകളിക്കാരൻ രാജാവിന്റെ കൈ പൊള്ളിക്കട്ടെ. ഭീമൻ പറഞ്ഞു, പാഞ്ചാലിയെ പണയം വയ്ക്കുന്നു എന്ന് യുധിഷ്ഠിരൻ പറയുമ്പോ ഭീമന്റെ പ്രതികരണം അതായിരുന്നു. ആ അവസരത്തില് അർജുനൻ ഭീമസേനനെ തടഞ്ഞു. ജ്യേഷ്ഠാനുവർത്തിത്വം എന്നുള്ളതായ ധർമ്മം പരിപാലിക്കാൻ, ശാന്തനാകാൻ അർജുനൻ നിർബന്ധിക്കുമ്പോൾ ഭീമൻ പിന്നെ വഴങ്ങി. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ജ്യേഷ്ഠനെ ധിക്കരിക്കരുത് എന്ന്. അങ്ങനെ പല കാരണങ്ങളാൽ ഭീമൻ അപ്പോൾ വഴങ്ങി. അന്ന് ആരും ഉണ്ടായിരുന്നില്ല പാഞ്ചാലിയെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ നാഥ്യഗച്ഛതദാനാഥം കൃഷ്ണനാഥവതി സതി. യഥാർത്ഥത്തിൽ നാഥവതിയാണ് പാഞ്ചാലി, നാഥനുള്ളവളാണ് പാഞ്ചാലി. അവിടെ ഭർത്താക്കന്മാരിരിപ്പുണ്ട് എന്ന് മാത്രമല്ല, കാരണവന്മാരുണ്ട്. ഭീഷ്മരെല്ലാം പാഞ്ചാലിക്കും നാഥനാണ്.
പാഞ്ചാലിയെ രക്ഷിക്കാൻ ചുമതലപ്പെട്ടയാളാണ്. ഭീഷ്മനും ദ്രോണനും ഒക്കെ. ധൃതരാഷ്ട്രനും യഥാർത്ഥത്തിൽ പാഞ്ചാലിയെ രക്ഷിക്കാൻ ചുമതലപ്പെട്ടയാളാണ്. ചൂതുകളി വേണ്ട എന്ന് ദുര്യോധനോട് ഒരു വാക്ക് ധൃതരാഷ്ട്രൻ പറഞ്ഞാൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ നാഥന്മാര് അവിടെ നിരന്നിരിക്കുന്ന അവസരത്തിൽ, അതാണ് നാഥവതിയായിരിക്കുന്ന ആ പാഞ്ചാലി, അതും എങ്ങനെയുള്ളവൾ? സതി, അങ്ങേയറ്റം സ്വഭാവശുദ്ധിയുള്ള പതിവ്രതാരത്നമായിരിക്കുന്ന പാഞ്ചാലി നാഥ്യഗച്ഛത്തദാനാഥം, നാഥനില്ലാതെ, രക്ഷിക്കാൻ ആരുമില്ലാതെ, ആശ്രയമേകാൻ ആരുമില്ലാതെ അവിടെ ആ സഭാഗ്രഹത്തിൽ കിടന്ന് നിലവിളിക്കേണ്ടി വന്നു. ലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ആയിരം അരങ്ങേറുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. മഹാഭാരതം എന്നുള്ളത് പണ്ട് എങ്ങാണ്ട് നടന്ന ഒരു സംഭവം മാത്രമല്ല. 5000 വർഷം മുമ്പ് നടന്ന ഈ സംഭവം നിരന്തരം ആവർത്തിക്കുന്ന സംഭവമാണ് മഹാഭാരതം. എന്നും ആവർത്തിക്കുന്നു, എല്ലായിടും ആവർത്തിക്കുന്നു. മനുഷ്യ മനസ്സിൽ ആവർത്തിക്കുന്നു, കുടുംബങ്ങളിൽ ആവർത്തിക്കുന്നു, സമൂഹത്തിൽ ആവർത്തിക്കുന്നു, രാജ്യങ്ങളിൽ ആവർത്തിക്കുന്നു, അന്താരാഷ്ട്ര തലത്തിൽ ആവർത്തിക്കുന്നു. ലോക ചരിത്രം മറിച്ച് നോക്കുമ്പോഴേക്കും നമുക്കിതെല്ലാം, വ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്നതെല്ലാം എത്ര സത്യമാണ് എന്ന് നമുക്ക് വ്യക്തമായി തീരും. അതുകൊണ്ട് ഇത് ഞാൻ സഹിക്കില്ല. അതുകൊണ്ട് തം വൈ ബ്രൂഹി മഹാബാഹോ സർവശസ്ത്രഭൃതാംവരം അർജുനം പുരുഷവ്യാഘ്രം ദ്രൗപദ്യാ പദവീം ചര. അതുകൊണ്ട് അല്ലയോ കൃഷ്ണ, എന്റെ ആജ്ഞ അനുസരിച്ചിട്ട് നീ പോയി അർജുനന്, പുരുഷവ്യാഘ്രനായ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന അർജുനന് എന്റെ ആജ്ഞയെ ഇങ്ങനെ നീ അറിയിക്കുക. ആ അർജുനൻ എങ്ങനെയുള്ള ആളാണ്? സർവശസ്ത്രഭൃതാംവരം, ആയുധങ്ങൾ എന്തിയിട്ടുള്ള വലിയ വലിയ യോദ്ധാക്കളുണ്ടല്ലോ, അവരുടെ എല്ലാം കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ. അർജുനന് സമാനനായിട്ട് വേറൊരു യോദ്ധാവ് ഈ ലോകത്തിൽ ഇല്ല. ഒരുപക്ഷെ ചോദിച്ചേക്കാം, കർണനില്ലേ എന്ന്. മഹാഭാരതം വായിച്ചു നോക്കുമ്പോഴേക്കും നമുക്ക് കാണാം, കർണൻ എത്രയോ തവണ അർജുനന്റെ മുന്നിൽ നിന്ന് തോറ്റോടി. കർണൻ എത്രയോ തവണ ഭീമന്റെ മുന്നിൽ നിന്ന് തോറ്റോടി. ഒരിക്കൽ കർണൻ ഭീമനെ തോൽപ്പിച്ചു. അതുകൊണ്ട് ഇതിനകത്ത് ഒരു തവണ, അതിനു മുമ്പ് അനേക തവണ ഭീമന്റെ മുന്നിൽ നിന്നിട്ട് ഓടിക്കളഞ്ഞു കർണൻ. അത് ആരും പറയാറില്ല. ഒരു തവണ ഭീമനെ തോൽപ്പിച്ചപ്പോഴേക്കും ഭീമനെ കർണൻ ആക്ഷേപിച്ചു. എന്നിട്ട് ജീവൻ തിരിച്ചു തന്നിരിക്കുന്നു എന്നുള്ള മട്ടില് കർണൻ മിണ്ടാതെ നിന്നു, കൊന്നില്ല. അമ്മയോട് പറഞ്ഞ വാക്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും. പക്ഷേ ഭീമൻ അതിനു മുമ്പ് അനേക അവസരങ്ങൾ കിട്ടി. ആ അവസരങ്ങളെല്ലാം കർണൻ തിരിഞ്ഞോടി. ഒരിക്കൽ കർണന്റെ തേരിൽ ചാടിക്കയറി ആ കർണനെ പിച്ചാത്തി കൊണ്ട് കൊല്ലാൻ തുടങ്ങി ഭീമൻ. ശല്യര് കയറി പിടിച്ചു. ഇത് അർജുനന് യശസ് കുറച്ചു കളയും. അതുകൊണ്ട് നീ ചെയ്യരുത് എന്ന്. ഇങ്ങനെ ഭീമന്റെ കയ്യിൽ നിന്ന് ദാനം കിട്ടിയ ജീവനുമായിട്ടാണ് കർണൻ നടക്കുന്നത്. കർണൻ സാത്വികയുടെ മുന്നിൽ നിന്നിട്ട് തോറ്റോടി. ഇങ്ങനെ കർണൻ ഈ പാണ്ഡവന്മാർക്ക് ആർക്കും തുല്യനല്ല എന്ന ആ പടക്കളത്തിൽ വെച്ച് അനേക തവണ തെളിയിച്ചു. കർണന്റെ കൈ മുതലായിട്ട് ആയുധവിദ്യയുണ്ട്. പക്ഷെ അത് അർജുനനോ സാത്വികയ്ക്കോ ഒന്നും ഭീമനോ ഒന്നും തുല്യമല്ല. എന്ന് മാത്രമല്ല, കർണന് കൈമുതലായിട്ട് പിന്നെയുള്ളത് പൊങ്ങച്ചം. വലിയ 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 വീരവാദങ്ങൾ അടിക്കും. ഏത് സ്ഥലത്തും കയറി ചെല്ലും. അവിടെ ചെന്നിട്ട് താൻ ഏറ്റവും വലിയ പ്രഗത്ഭനാണ് എന്ന് പ്രഖ്യാപിക്കും. വീരവാദങ്ങൾ അടിക്കും. ഈ യുദ്ധത്തിനിടയിലും അനേകം വീരവാദങ്ങൾ കാണാം. യുദ്ധത്തിന് മുമ്പുള്ള ആ അഭ്യാസ കാഴ്ച രംഗത്ത് അവിടാണല്ലോ കർണൻ ആദ്യം വന്ന് കയറുന്നത്. അതുമുതല് നമുക്ക് ഈ പ്രകാരത്തിൽ കർണന്റെ പൊങ്ങച്ചം, കോലാഹലം, ആ അഭ്യാസ കാഴ്ചയുടെ രംഗത്ത് കർണൻ കാണിച്ച കോലാഹലങ്ങൾ നിരന്തരം ഓരോ
സന്ദർഭത്തിലും കർണൻ കാണിക്കുന്നത് നമുക്ക് ഈ മഹാഭാരതത്തിൽ കാണാം. അങ്ങനെ അർജുനനേക്കാളും വലിയ വീരനെയല്ല കർണൻ. കർണൻ തൻ്റെ പൊങ്ങച്ചവും തൻ്റെ വിടുവായത്വവും കൊണ്ട് അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് അർജുനനെ കൊല്ലാൻ കർണന് സാധിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ദുര്യോധനന്റെ മനസ്സിലുണ്ടാക്കി. അങ്ങനെ ദുര്യോധനന്റെ നിഴലില് സമൂഹത്തിൽ വലിയൊരാളായി നിൽക്കുന്ന കഥാപാത്രമാണ്. ദംഭം, ദർപ്പം, അതിമാനം, ക്രോധം, ഈ ആസുരീ സമ്പത്തുകളെല്ലാം കർണനിൽ നിറഞ്ഞു നിൽക്കുന്നു. മഹാഭാരതത്തിന്റെ തുടക്കത്തില് ഈ ആസുരീപക്ഷത്തെയും ദൈവീപക്ഷത്തെയും, അതായത് അധർമ്മത്തിന്റെ പക്ഷത്തെയും ധർമ്മത്തിന്റെ പക്ഷത്തെയും വളരെ ഭംഗിയായിട്ട് 2 ശ്ലോകം കൊണ്ട് വ്യക്തമാക്കി തന്നിട്ടുണ്ടല്ലോ വ്യാസഭഗവാൻ. അത് നമ്മുടെ ഈ ഗീതാഭാരത ചർച്ചയുടെ തുടക്കത്തിൽ ഉള്ള ദിവസങ്ങളിൽ പറഞ്ഞു.